എന്തെല്ലാം കള്ള പ്രചാരവേലകൾ കൊണ്ടുവന്നുകൊണ്ടാണ് അധികാരം പിടിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വെപ്രാളപ്പെടുന്നത്? ഈ സത്യാഗ്രഹം ഇരുത്തിയേക്കുന്നതിന്റെ പിന്നിലെ കഥകൾ പോലെ ഇപ്പോ അനുദിനം പുറത്തു വന്നിരിക്കുകയല്ലേ? ആരൊക്കെയാണ് അതിന്റെ പിന്നിലെന്ന് തെളിഞ്ഞു വരികയല്ലേ? ആരൊക്കെയാണ് പോറ്റിയുടെ സുഹൃത്തുക്കൾ എന്നത് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ? മെഡിക്കൽ കോളേജിലെ അകത്തളങ്ങളിലെ അഴിമതികളുടെ കഥ 2012 മനോരമ റിപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും നമുക്ക് കൈവശമുണ്ട്. ഈ പറയുന്ന അഴിമതിയും കെടുകാര്യസ്ഥതയും ചികിത്സാ പിഴവുകളുമൊക്കെ അരങ്ങേറിയത് UDF കാലത്താണ് എന്ന വസ്തുത മറന്നുകൊണ്ടാണ് പറയുന്നത്. ചില സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു അപസർപ്പക കഥകളിലെ ചേരുവയെല്ലാം പോലെ ചേർത്ത് വെച്ച് അടിയന്തര പ്രമേയ അവതാരകൻ ഇവിടെ വിശദീകരിക്കേണ്ടായി. കേരളത്തിലെ ആരോഗ്യരംഗത്തെ പുരോഗതിയെയും നേട്ടങ്ങളെയും മറച്ചുവെക്കാൻ വേണ്ടി ബോധപൂർവമായി നടത്തുന്ന നിരന്തരമായ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വാദങ്ങളെയും നമുക്ക് കാണാനാകുന്നത്. ഇവിടെ പറഞ്ഞു കേൾക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുക, കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലും ഒന്നും തന്നെ നാളിതുവരെ ചികിത്സക്കിടയിൽ രോഗികൾ ആരും മരിച്ചിട്ടില്ല, പ്രൈവറ്റ് ആശുപത്രികളിൽ മരിച്ചിട്ടില്ല. ഇതൊക്കെ ആവേശപൂർവ്വം പറയുമ്പോൾ UDF ഭരിച്ചൊരു കാലം കൂടി കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നത് മറന്നുപോകരുത്. അന്ന് ആരോഗ്യ രംഗത്തെ നില എന്തായിരുന്നു എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കണം. സർ, 2015 അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് അന്നത്തെ നിയമസഭാ സാമാജികനായ G. സുധാകരൻ ഒരു ചോദ്യം ചോദിച്ചു. 2/12/2015 2015 സെപ്റ്റംബർ 15 ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ നിഖിൽ എന്ന വിദ്യാർത്ഥി മരണപ്പെട്ടത് ചികിത്സ ലഭിക്കാത്തതാണെന്ന് പരാതി ലഭിച്ചിട്ടുണ്ടോ? ലഭിച്ചിട്ടുണ്ട്. ചികിത്സ കിട്ടാത്തത് കൊണ്ട് മരണപ്പെട്ട സംഭവങ്ങൾ UDF കാലത്തായിരുന്നു എന്ന് നിങ്ങൾ മറന്നുപോകരുത്. സർ, ഇവിടെ വിളപ്പിൽശാല സംഭവത്തെക്കുറിച്ച് വളരെ വിശദീകരിച്ചല്ലോ. യഥാർത്ഥത്തിൽ അവിടുത്തെ CCTV ദൃശ്യങ്ങളിലൂടെ ആ സമയവും എല്ലാം പരിശോധിച്ചാൽ ഈ പർവ്വതീകരിച്ച് പറയുന്ന വീഴ്ചകളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകും. അന്വേഷിച്ചപ്പോൾ ഈ പേഷ്യന്റ് ആദ്യം എത്തുന്നത് 17-ാം തീയതിയാണ്, ജനുവരി 17-ാം തീയതി. അന്ന് തന്നെ അദ്ദേഹത്തെ പരിശോധിച്ചിട്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹം പോയില്ല. അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങൾ, കുടുംബത്തിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാകാം. 19-ാം തീയതി രാത്രിയാണ് വരുന്നത്, ഏകദേശം 1:30 മണിയോടുകൂടി. സാർ, ദൃശ്യങ്ങൾ പരിശോധിക്ക്. 2 മിനിറ്റിനുള്ളിൽ അവർ ആശുപത്രിയിൽ പ്രവേശിച്ചു. വിത്തിൻ 2 മിനിറ്റ്സ് ഡോർ തുറക്കുകയാണ്. അവിടെ വന്ന് 7 മിനിറ്റ് കഴിയുമ്പോൾ ആംബുലൻസ് കയറ്റുകയാണ് ആ രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി. മനുഷ്യസാധ്യമായ കാര്യങ്ങളല്ലേ നടക്കുകയുള്ളൂ. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ രോഗിയെ കണ്ടു, ഡോക്ടറെ കണ്ടു, ഗുരുതരമാണ് രോഗമെന്ന് മനസ്സിലാക്കി നേരെ മെഡിക്കൽ കോളേജിലേക്കാണ്. ഇവിടെ ചിത്രീകരിക്കുന്നത് വന്നാൽ അവിടെ ആരും നോക്കിയില്ല, ശ്രദ്ധിച്ചില്ല എന്നൊക്കെ രൂപത്തിലല്ലേ. ഒരു രോഗി മരണപ്പെട്ടു പോയി. ഏതു മരണവും വേദന ഉളവാക്കുന്നതാണ്, പ്രത്യേകിച്ച് കുടുംബത്തിന്. പക്ഷെ ഇവിടെ 19-ാം തീയതി നടന്ന ഈ സംഭവത്തെ സംബന്ധിച്ച് 24-ാം തീയതി ഒരു ചാനൽ റിപ്പോർട്ട് വരുന്നതുവരെ ഒരു പരാതി ഉയർന്നു വന്നില്ല. പരാതിയൊക്കെ പറയാനുള്ള അവകാശം ആ കുടുംബത്തിന് ഏതു സമയത്തും ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ചാനൽ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടറെ കുറിച്ച് ഒന്ന് പരിശോധിക്കണം സാർ. KSUവിന്റെ പ്രമുഖ നേതാവായ ഒരു കുട്ടിയാണ്, അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്തുകൂടെ ചെയ്യാം. പക്ഷേ മരണത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന സമീപനമാണ് ചില മാധ്യമങ്ങൾ എടുക്കുന്നത്. ആരോഗ്യരംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിച്ച് ശ്രദ്ധയാകർഷിച്ച് കേരളം മുന്നോട്ട് പോകുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എത്ര കാലമായി നിങ്ങൾ ഈ ആക്രമണം തുടങ്ങിയിട്ട്? ചാനലിലൂടെ, മാധ്യമങ്ങളിലൂടെ. അതൊക്കെ എന്താ? നാട്ടിൽ നടക്കുന്ന നേട്ടങ്ങളെ മറച്ചു വെക്കാൻ വേണ്ടിയല്ലേ? ഇവിടെ പറഞ്ഞു, കുണ്ടറ പോലും വലിയ ആശുപത്രി 100 പരം 76 കോടിയോ മറ്റോ ആണെന്ന് തോന്നുന്നു, എനിക്ക് എന്റെ കൃത്യമായ കണക്ക് ഞാൻ ഓർക്കുന്നില്ല. 8 നില കെട്ടിടം അദ്ദേഹം തന്നെ സമ്മതിച്ചാണ്. പണ്ട് UDF കാലത്ത് ആശുപത്രിയുടെ സ്ഥിതി എന്താണ്? പൊട്ടിപ്പൊളഞ്ഞ തറ, മനുഷ്യന് കയറാൻ പറ്റില്ല, രോഗി അങ്ങോട്ട് പോകില്ല, പോയാൽ ചികിത്സയില്ല. അന്നത്തേക്ക് ഒരുപാട് പത്രവാർത്തകൾ നമ്മുടെ മുന്നിലുണ്ട് സാർ. മെഡിക്കൽ കോളേജിലെ അകത്തളങ്ങളിലെ അഴിമതികളുടെ കഥ 2012 മനോരമ റിപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും നമുക്ക് കൈവശമുണ്ട് സാർ. ഈ പറയുന്ന അഴിമതിയും കെടുകാര്യസ്ഥതയും ചികിത്സാ പിഴവുകളുമൊക്കെ അരങ്ങേറിയത് UDF കാലത്താണ് എന്ന വസ്തുത മറന്നുകൊണ്ടാണ് പറയുന്നത്. അന്ന് തസ്തികൾ നികത്താത്ത കാലം എന്ന് പറയുന്നത് UDF അന്നത്തെ മറ്റൊരു നിയമസഭാ ചോദ്യം കൂടി ഞാൻ ശ്രദ്ധപ്പെടുത്തുകയാണ്. ശ്രീ K. അജിത്ത് ചോദിച്ചാണ് 2016 സംസ്ഥാനത്ത് ഡോക്ടർമാരുടെ എത്ര ഒഴിവുകളാണ് നിലവിലുള്ളത്? ഇതിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ഒഴിവുകൾ എത്ര വ്യക്തമാക്കാമോ? സംസ്ഥാനത്തെ ഡോക്ടർമാരുടെ 545 ഒഴിവുകളാണുള്ളത്. ഇതിൽ 280 സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ഒഴിവുകൾ ഉണ്ട്. തസ്തികളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ തസ്തികൾ സൃഷ്ടിച്ച് നിയമനം നടത്തിയിട്ടുള്ള കാലമാണിത്. അതുകൊണ്ടാണ് ആരോഗ്യരംഗത്ത് നമുക്ക് ഉയർന്നു നിൽക്കാൻ കഴിയുന്നത്. കേരളത്തിൽ ശിശുമരണ നിരക്ക്
5 US കുറവ്. UDFന്റെ കാലത്ത് ശിശുമരണ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമായിരുന്നു കേരളം. ഏറ്റവും കുറവ് മാതൃമരണമുള്ള സംസ്ഥാനമായി കേരളം മാറി. ഈ നേട്ടങ്ങൾ ആരോഗ്യരംഗത്ത് ശക്തമായ ഇടപെടലില്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങളാണോ? എന്താ ഇതൊക്കെ പറയുമ്പോ ഇതിനെല്ലാം മറച്ചു പിടിക്കുന്നത്? ആത്മവിശ്വാസമൊക്കെ കൊള്ളാം, ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. ജനവിധി വരുമ്പോൾ തീർച്ചയായും അവരുടെ മനസ്സിൽ ഈ ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിന് ഞങ്ങൾക്കൊരു സംശയമില്ല, ഒരു ആത്മവിശ്വാസക്കുറവുമില്ല. എന്തെല്ലാം കള്ളപ്രചാര വേലകൾ കൊണ്ടുവന്നുകൊണ്ടാണ് അധികാരം പിടിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വെപ്രാളപ്പെടുന്നത്? ഈ സത്യാഗ്രഹം ഇരുത്തിയേക്കുന്നതിന്റെ പിന്നിലെ കഥകൾ പോലെ ഇപ്പോ അനുദിനം പുറത്തു വന്നിരിക്കുകയല്ലേ? ആരൊക്കെയാണ് അതിന്റെ പിന്നിലെന്ന് തെളിഞ്ഞു വരികയല്ലേ? ആരൊക്കെയാണ് പോറ്റിയുടെ സുഹൃത്തുക്കൾ എന്നത് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ? സർ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനമാണ് കേരളം. കാസ്പ്, കാരുണ്യ ബെലവന്റ് ഫണ്ട്, ആരോഗ്യകരണം എന്നിവ വഴി 5 വർഷം കൊണ്ട് 24.78 ലക്ഷം പേർക്ക് ആകെ 8425 കോടിയുടെ സൗജന്യ ചികിത്സ നൽകി. സർ, 4 വർഷം കൊണ്ട് KMCCL വഴി നൽകിയത് 3300 കോടിയിലധികം രൂപയുടെ സൗജന്യ മരുന്നുകളാണ് ഈ കേരളത്തിൽ. ഇതൊക്കെ ആരോഗ്യരംഗത്ത് മെച്ചപ്പെട്ട സേവനങ്ങൾ ജനങ്ങൾക്ക് കിട്ടുന്നതിന്റെ തെളിവല്ലേ? ഇതൊക്കെ മറച്ചു പിടിക്കാനാണ് ഈ സംഭവങ്ങൾ. എല്ലാ കാലത്തും ചികിത്സക്കിടയിലും ആശുപത്രിയിൽ വെച്ചുമൊക്കെ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. UDFന്റെ കാലത്ത് പ്രസവം കഴിഞ്ഞ യുവതിയുടെ വയറ്റിൽ പഞ്ഞിയും തുണിയും. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കുണ്ടരംഗത്തിന് നന്നായി അറിയാം. ആ കാലം ഉണ്ടായിരുന്നു. അങ്ങനെ പിഴവുകൾ വന്നാൽ തീർച്ചയായിട്ടും തിരുത്തുകയും കണ്ടെത്തുകയും ഒക്കെ വേണം. പക്ഷെ അത് ഈ കാലത്ത് നടക്കുന്ന എന്തോ മഹാസംഭവങ്ങളാണ് എന്ന രൂപത്തിൽ എടുക്കരുത്. അതുപോലെ തന്നെ ദേശീയ അന്ന് ഇതാണെന്ന് സമ്മതിച്ചാൽ അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നു. അത് മറന്നുപോകരുത്, അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നു. ദേശീയ ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ കേരളം ഒന്നാമതായത് ആരോഗ്യരംഗത്തെ മികവ് കൊണ്ടാണ്. അതുകൊണ്ട് ഈ അടിയന്തര പ്രമേയം യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഉന്നയിച്ചതാണ് എന്ന് ഞാൻ പറയുകയാണ്. എന്തെല്ലാം കള്ളപ്രചാര വേലകൾ കൊണ്ടുവന്നുകൊണ്ടാണ് അധികാരം പിടിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വെപ്രാളപ്പെടുന്നത്? ഈ സത്യാഗ്രഹം ഇരുത്തിയേക്കുന്നതിന്റെ പിന്നിലെ കഥകൾ പോലെ ഇപ്പോ അനുദിനം പുറത്തു വന്നിരിക്കുകയല്ലേ? ആരൊക്കെയാണ് അതിന്റെ പിന്നിലെന്ന് തെളിഞ്ഞു വരികയല്ലേ? ആരൊക്കെയാണ് പോറ്റിയുടെ സുഹൃത്തുക്കൾ എന്നത് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ? മെഡിക്കൽ കോളേജിലെ അകത്തളങ്ങളിലെ അഴിമതികളുടെ കഥ 2012 മനോരമ റിപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും നമുക്ക് കൈവശമുണ്ട്. ഈ പറയുന്ന അഴിമതിയും കെടുകാര്യസ്ഥതയും ചികിത്സാ പിഴവുകളും ഒക്കെ അരങ്ങേറിയത് UDFന്റെ കാലത്താണ് എന്ന വസ്തുത മറന്നുകൊണ്ടാണ് പറയുന്നത്. ശിശുമരണ നിരക്ക് 5 US കുറവ്. UDFന്റെ കാലത്ത് ശിശുമരണ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമായിരുന്നു കേരളം. ഏറ്റവും കുറവ് മാതൃമരണമുള്ള സംസ്ഥാനമായി കേരളം മാറി. ഈ നേട്ടങ്ങൾ ആരോഗ്യരംഗത്ത് ശക്തമായ ഇടപെടലില്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങളാണോ? എന്താ ഇതൊക്കെ പറയുമ്പോ ഇതിനെല്ലാം മറച്ചു പിടിക്കുന്നത്? ആത്മവിശ്വാസമൊക്കെ കൊള്ളാം, ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. ജനവിധി വരുമ്പോൾ തീർച്ചയായും അവരുടെ മനസ്സിൽ ഈ ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിന് ഞങ്ങൾക്കൊരു സംശയമില്ല,